കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക. രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സലീം മാലിക്ക തിരുവനന്തപുരത്ത് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. ഈ കോടതി KS അനിൽകുമാറിൻ്റെ സസ്പെൻഷനിൽ ഇടപെടാൻ തയ്യാറായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഈ സിൻഡിക്കേറ്റിൽ അവരുടെ ശബ്ദം എത്രമാത്രം ഉയർന്നു നിൽക്കും ഇന്നത്തെ യോഗത്തിൽ? ഗുഡ് മോർണിംഗ്. ഉറപ്പായും ഇന്നത്തെ സിൻഡിക്കേറ്റിലെ പ്രധാന ചർച്ച ഇത് തന്നെയാവും. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാകും ചർച്ച. കാരണം അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് തന്നെ ഇടതുപക്ഷ അംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിയന്തര സിൻഡിക്കേറ്റ് ചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും, അതായത് ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദം ആ ചടങ്ങ് നടക്കുന്ന ആ ദിവസമാണ് അടിയന്തര സിൻഡിക്കേറ്റ് ചേരണമെന്നൊരു ആവശ്യം ഉയർത്തിയത്. പക്ഷേ അന്ന് അതിനുശേഷം ആ ചടങ്ങ് കഴിയുകയും പിന്നാലെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നലെ താൽക്കാലിക VC-യുടെ നിർബന്ധപൂർവമായി ഇത്തരത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് ചേരണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത്. ഇന്ന് ആ വിഷയം മാത്രമായിരിക്കും പ്രധാനമായും ചർച്ചയിലേക്ക് വരിക തന്നെ. അതുകൊണ്ട് തന്നെ വലിയ തർക്കവും ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ സസ്പെൻഷൻ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സിൻഡിക്കേറ്റിന് വേണമെങ്കിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. പക്ഷേ നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാകും ഡോക്ടർ സിസ തോമസ് സ്വീകരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് വലിയ ചർച്ചയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര നേരം ഈ സിൻഡിക്കേറ്റ് യോഗം നീണ്ടുപോകുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ വിഷയം വരികയും അതിൽ നിഷേധാത്മകമായ ഏതെങ്കിലും നിലപാട് VC-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്താൽ സംഘർഷഭരിതമാകാനും സിൻഡിക്കേറ്റ് യോഗം ബഹിഷ്കരിച്ചവർ പുറത്തിറങ്ങി വരാനുമുള്ള സാധ്യതയുമുണ്ട്. അതല്ല, വിശദമായൊരു ചർച്ച അതിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിലും ആശയക്കുഴപ്പമുണ്ട്. മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റിയിലെ ഹാളുകൾ അത് ഏതൊക്കെ പരിപാടിക്ക് വിട്ടു നൽകണം എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മതപരമായ ചടങ്ങുകൾക്കുൾപ്പെടെ യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഹാൾ വിട്ടു നൽകുന്ന പതിവില്ല. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ചടങ്ങിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ യൂണിവേഴ്സിറ്റിയിലെ ആസ്ഥാനത്തിനുള്ളിൽ തന്നെ എത്തുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതും. SKN